വിപിൻ, സ്പെയിനിന്റെ ഒരു സർവാധിപത്യം കണ്ട മത്സരം, അങ്ങനെ അതിൽ കടന്നു പോകുന്ന സ്പെയിൻ അങ്ങ് തകർത്ത് കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അർജന്റീനയെ ചിത്രത്തിലെ ഇല്ലാതാക്കിക്കൊണ്ട് അർജന്റീന ജയിച്ചു കയറുന്നു. അതെ അനിൽ, വിശ്വ കിരീടം സ്പെയിൻ നേടുമ്പോൾ നിരാശയിൽ അർജന്റീന ആരാധകരാണ്. അത് കപ്പ് കിട്ടിയില്ല അല്ലെങ്കിൽ കിരീടം നിലനിർത്താനായില്ല എന്നുള്ള ഒരു വികാരം മാത്രമല്ല, പക്ഷെ മറിച്ച് ഒരു മികച്ച ഒരു കളി അത് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല അർജന്റീനയ്ക്ക് എന്നുള്ളത് ഈ കളി കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. കാരണം അവസാന നിമിഷത്തിലെ ഒരു 10 മിനിറ്റ്, ആ 10 മിനിറ്റ് മാത്രമായിരിക്കാം ഒരു പക്ഷേ അത് സ്പെയിനിന്റെ ഗോൾ മുഖത്തേക്ക് ഒരു 1-2 ഷോട്ടുകൾ പോകുന്ന ഒരു കാഴ്ച കണ്ടത്. മറ്റെല്ലാം തന്നെ ഒരു നിരാശയായിരുന്നു, അല്ലെങ്കിൽ അർജന്റീനയുടെ കളിയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു ഇന്ന് കണ്ടത് എന്നുള്ളതാണ്. കൃത്യമായ പാസോട് കൂടിയായിരുന്നു സ്പെയിനിന്റെ കളി. അതുകൊണ്ട് തന്നെ സ്പെയിൻ ആ കപ്പ് നേടണം എന്നുള്ളത് ഒരു ആദ്യ പകുതിക്ക് ശേഷം തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ആളുകൾ എന്നുള്ളത് കൂടിയാണ് മനസ്സിലാവുന്നത്. ഞാനിതാ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഭാഗത്താണ്. ഇവിടെ കൂടുതലായിട്ടും അർജന്റീനൻ ആരാധകരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും തന്നെ കളി കഴിഞ്ഞതോടുകൂടി തന്നെ നേരെ പോവുകയായിരുന്നു. ഇപ്പൊ കുറേ ആളുകളുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളിയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? കണ്ടോ? ഇവിടെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല? കണ്ടു. സ്പെയിൻ ഡിസേർവ് ജയിക്കാൻ. സ്പെയിൻ ജയിച്ചു. ഐ എം ഹാപ്പി. എല്ലാവരും ഹാപ്പി. അർജന്റീന ഈ വേൾഡ് കപ്പ് റിഗ്ഡ് ആയിരുന്നു പ്രോപ്പർലി. സ്പെയിൻ ജയിച്ച് ഞങ്ങൾ എല്ലാവരും ഹാപ്പി. അർജന്റീന ഫാൻസിന് ഇഷ്ടപ്പെടില്ല, എന്നാലും ഉള്ളതുള്ളവരെ പറയാം. താങ്ക് യു. അല്ല, സ്പെയിൻ തന്നെ ആയിരുന്നു. ഏതായിരുന്നു യഥാർത്ഥ ടീം? ഓഫ് കോഴ്സ് സ്പെയിൻ കളി മൊത്തം ഡോമിനേറ്റ് ചെയ്തു. അർജന്റീന വാസ് നോട്ട് ഈവൻ ഇൻ ദ പിക്ചർ. സോ സ്പെയിൻ ഡിസേർവ് ചെയ്തു. താങ്ക് യു. അപ്പോൾ ഇതാണ് ഓരോ ആളുകളുടെയും മറുപടി ഉള്ളത്. അർജന്റീനൻ ആരാധകർ ഇനി അടുത്ത ലോകകപ്പിൽ കാണാമെന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഒരു പക്ഷേ ഇനി അടുത്ത ലോകകപ്പിൽ ലയോണൽ മെസ്സി കളിക്കുമോ എന്നുള്ളത് ഒരു ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഈ കണ്ട് കഴിഞ്ഞിരിക്കുന്നത് ഒരു വലിയ യുഗാന്ത്യം തന്നെയാണ് എന്നുള്ളത് പറയാം. കാരണം മെസ്സിയുടെ കളി കണ്ട ഒരു ലോകകപ്പ് എന്നുള്ളത് പറയാം. അദ്ദേഹം സഹായിച്ച അല്ലെങ്കിൽ എത്രയോ ഗോളുകൾ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. 2030-ലും ഇനി അദ്ദേഹം കളിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അതിനപ്പുറത്തേക്ക് അർജന്റീന ആ കിരീടം നിലനിർത്തുന്നതിൽ ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നു. സ്പെയിനിന്റെ ഒരു വലിയ വിജയമുണ്ടായിരിക്കുന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ഓരോ ആളുകളായി കളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് കളി? സൂപ്പർ കളി. ഞാൻ 2-1 പ്രവചിച്ചത്, പക്ഷെ ഒന്നിന് തീർന്നു. ഉറങ്ങിപ്പോയി. ഇവരെല്ലാം അർജന്റീന ഫാൻസാണ്. ഞാനും എൻ്റെ വൈഫ് മാത്രം സ്പെയിൻ, ബാക്കിയെല്ലാം അർജന്റീനക്കാരാ. സൂപ്പർ കളിയായിരുന്നു. അർജന്റീന വെറും 0 ബിഗ് 0. സൂപ്പർ. നല്ല അർജന്റീന കളി ഒന്നുമില്ല, 0 ആണ്, ഫുൾ 0 എന്ന് തന്നെ പറയാം. ഹാപ്പി. അതാ ഹാപ്പി ആയിട്ട് ഓരോ ആളുകൾ അത് അർജന്റീനയ്ക്ക് എതിരായിട്ടുള്ള ഓരോ ആളുകളായിട്ട് അങ്ങനെ മടങ്ങുന്നു. ഒപ്പം തന്നെ അർജന്റീന ആരാധകർ നിരാശയിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? 1 സൈഡഡ് ഗെയിം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നിരാശയുണ്ട്. ഓക്കെ, ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ത്രില്ല് നമുക്ക് കിട്ടില്ല. കാരണം ഓൾമോസ്റ്റ് ഒരു 20+15 ഓൾമോസ്റ്റ് ഗോൾ അറ്റംപ്റ്റ്സ് കംപ്ലീറ്റ് 1 സൈഡ് സ്പെയിനിൻ്റെ തന്നെയായിരുന്നു. അവസാന നിമിഷം വരെ ഒരു 0 എന്ന് കാണുന്നു അല്ലേ? അതെ. പക്ഷേ അവസാന നിമിഷം ഇഞ്ചുറി ടൈമെങ്കിലും നമ്മളൊരു തിരിച്ചടി പ്രതീക്ഷിച്ചു. അതൊരു ചാൻസ് കിട്ടിയേനെ, പക്ഷെ അത് കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതെ. 2030 അല്ലേ? 2030. യെസ്. ഓക്കെ. അപ്പോൾ ഒരു മാസം നീണ്ട കളിയാവേശത്തിന് കൂടിയാണ് അവസാനമാവുന്നത്. അതിന് പര്യവസാനമാകുന്നു. അങ്ങനെ വിവാ എസ്പാന വീണ്ടും തെളിയുകയാണ് നമ്മുടെയൊക്കെ വലിയ സ്ക്രീനുകളിൽ. ബ്രസീൽ പോയല്ലേ? ബ്രസീൽ പോയാലും ഹാപ്പി. അതെ, നമ്മളെ പോലെ തന്നെയാണ്. യെസ്. അപ്പോൾ അനിൽ, അങ്ങനെ ഒരു വലിയ കളിയാവേശത്തിന് ലോകകപ്പിന് തന്നെ പര്യവസാനമായിരിക്കുന്നു. അങ്ങനെ സ്പെയിൻ നേടുമ്പോൾ അർജന്റീന ഈ കിരീടം നിലനിർത്തുമെന്ന സ്വപ്നം കണ്ട അനേക ലക്ഷം മനസ്സുകളെ വിഷമിപ്പിച്ചുകൊണ്ടുകൂടിയാണ് ഈ ഒരു ലോകകപ്പ് കടന്നു പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.